ഇനി പോലീസ് വന്നതിന് ശേഷമുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ പോലീസ് വന്നതിന് ശേഷം ഈ മേയർ പറയുന്നത് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ്. അതൊരു ആരോപണമാണ്, അതിന് തെളിവില്ല. ഈ തെളിവില്ലാത്ത ആരോപണം ക്രൈം നടന്നൊരു സ്ഥലമാണ്. ആ ക്രൈം കൃത്യമായിട്ട് അന്വേഷിക്കുകയും ആ ബസ്സിന്റെ ക്യാമറ ഉണ്ടെന്ന് പോലീസിന് അറിയാം. ഹലോ, ഈ ശില്പം തയ്യാറാക്കിയത് ആരാണ്? അത് ദിലീപ് എന്ന് പറഞ്ഞ ഒരു പയ്യനാണ്. ഇവിടുന്ന് ഒരു ശകലം ഉളുവേല് പുള്ളിയുടെ വീട്. പുള്ളി ഒരു 4 വർഷം ഇവിടെ ഇതിനകത്ത് ഫർണിച്ചർ നടത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് എല്ലാ ശില്പങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി ഇങ്ങോട്ട് വരും, പേനയെടുത്ത് അങ്ങോട്ട് വരയ്ക്കും. പറഞ്ഞ് ഇത് തന്നെ അവര് കൂടെ ഉള്ളിയും ചുറ്റിലോട്ട് അങ്ങോട്ട് ചെല്ലും, 2 തട്ട് കെട്ടും, പെട്ടെന്ന് ചെയ്യുന്ന പരിപാടികൾ. ആ കണ്ണാടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പണിഞ്ഞു വെച്ചേക്കുന്ന കണ്ണാടികൾ, തടിയിൽ പണിഞ്ഞു വെച്ചേക്കുന്നത്. ആ തടിയിൽ തന്നെയാണ്, അതിൽ തന്നെ പണിഞ്ഞു വെച്ചേക്കുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധ, കൃഷ്ണൻ, അതേപോലെ ബജാജിന്റെ സ്കൂട്ടറുകള്. നിങ്ങൾ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഇതെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര കഴിവുള്ള ചെറുപ്പക്കാരൻ. ഇപ്പൊ ഇടയ്ക്ക് ഗൾഫിലായിരുന്നു, ഗൾഫിൽ നിന്ന് ഇപ്പം വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. ഇപ്പം വന്നതിന് ശേഷമാണ് ഇപ്പൊ ഇത് വീണ്ടും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തത്. അത് ഈ മരത്തിൽ തന്നെ കുത്തിവെച്ചതാണ്, അല്ല അതിൽ മറ്റൊരു പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉള്ളത്. നല്ല കഴിവുള്ള ചെറുപ്പക്കാരൻ. അപ്പോ അറിയപ്പെടേണ്ടുന്ന ഒരു കലാകാരൻ. ഇവിടെ എത്രയോ പേര് വന്ന് ഇതിന് മൊബൈലിൽ ഫോട്ടോ എടുത്തോണ്ട് പോകുന്നറിയാം. അതാണ് ഇപ്പൊ ഒരു 10,000 പേരെങ്കിലും ഇതിന്റെ ഫോട്ടോ എടുത്തോണ്ട് പോയിട്ടുണ്ട്. നല്ല കഴിവുള്ള ചേർക്കാൻ. ഇപ്പൊ വീട്ടിൽ കാണും. വീട്ടിൽ കാണും. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. പോയിട്ട്. ശില്പിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ല കഴിവുള്ളൊരു ആള് തന്നെ ദിലീപ് എന്ന് പറയുന്നത്. പുള്ളി കുറച്ചാൾ കൂടി ഇല്ലായിരുന്നു, ഇപ്പൊ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് ഇത് 2017 ഈ സംഭവം ഇതിങ്ങനെ നിർമ്മിച്ചത്. അത് ശരി. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും, അതായത് അടുത്തുള്ള ആൾക്കാർ പോലും ഇപ്പൊ ഈ യൂട്യൂബർമാർ ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് ഇതിപ്പം ചാനലിൽ ഇതൊക്കെ ആയതുകൊണ്ടാണ് പുള്ളി ഇപ്പൊ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് കരകൗശല വസ്തുക്കളെല്ലാം പുള്ളി ഈ റൂമിലായിരുന്നു. എല്ലാം ഫർണിച്ചറായാലും പുള്ളി അപ്പോൾ വിചാരിക്കുന്നു അത് കൊത്തുന്നു. പല ഡോറുകളിലും പുള്ളി ഒരുപാട് മയിലായാലും ഒരുപാട് ശില്പങ്ങൾ പുള്ളി പല വീടുകളിലും ഫ്രണ്ട് ഡോറിൽ കൊത്തിവെച്ചിട്ടുണ്ട്. നല്ല കഴിവുള്ള ഒരു പ്ലോട്ടുകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉത്സവത്തിന് ഇറങ്ങുന്ന പ്ലോട്ടുകൾ വരെ പുള്ളി 1-2 എണ്ണം ആ ഉത്സവത്തിന് വേണ്ടി കൊളുവേല പുള്ളി താമസിക്കുന്നത്. നല്ല കഴിവുള്ള ഒരു ആള് തന്നെ. ഹലോ, ആളില്ലേ? ഹായ്, ദിലീപാണോ? അതെ, നമസ്കാരം. നമസ്കാരം. ആരാണ്? എവിടുന്ന? ഞങ്ങളൊരു ചാനലാണ്, സാക്ഷി TV എന്ന് പറയും. ഒന്ന് പരിചയപ്പെടാൻ. സന്തോഷം, വന്നതിൽ സന്തോഷം. വാ, അതോട്ടിരിക്കാം. യാത്രാവേളയിൽ വളരെ യാദർച്ഛികമായാണ് ഒരു ശില്പം കാണാൻ ഇടയായത്. അവിടെ ആ ശില്പത്തിൻ്റെ അടുത്ത് അത് പോയി കാണുകയും ചുറ്റുവട്ടത്തുള്ളവരുടെ ആ ശില്പിയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ശില്പങ്ങളിൽ വിസ്മയം തീർക്കുന്ന ഒരു ദിലീപിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെ സാക്ഷി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ദിലീപിൻ്റെ ശില്പ ഭംഗി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ദിലീപ് ഇതേ തരത്തിൽ എത്ര ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്? ആ ശില്പങ്ങൾ ഒന്ന് കാണാൻ ഞങ്ങളുടെ സാക്ഷി TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരും. തീർച്ചയായിട്ടും കാണിക്കാം. നമ്മുടെ ഉള്ളത് കുറേ ഭാഗങ്ങളുണ്ട്. ഇങ്ങനെ കാണുന്നതാണെങ്കിൽ കാണാം. ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിർമ്മാണം ഒരുപാട് നടന്നതാണ്. അപ്പോൾ ഈ ഗൾഫ് യാത്രയും സംഗതിയൊക്കെ വന്നപ്പോൾ കുറേയേറെ വിറ്റഴിഞ്ഞ് പോയിട്ട് ഞാൻ പോകുന്നതിന് മുമ്പാണ് കുറേയേറെ സാധനങ്ങൾ വിറ്റു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതും
നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. അതിന് കുറേ ഐറ്റം സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കുറേ വിറ്റഴിച്ച് പോകണം. കാരണം ഇത് കൊടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. ചിലവിനായാലും മറ്റുള്ള ദിനം പ്രതി നമുക്ക് ഓരോരോ കാര്യങ്ങൾ വരെയല്ലേ, ഒരു ആശുപത്രി കേസായാലും. അപ്പം പൈസയ്ക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമ്മൾ ഓരോരോന്ന് വിൽക്കാനാണല്ലോ ഇതല്ല, ഒന്നുകൂടെ വെച്ചേക്കാനല്ലല്ലോ, കഞ്ഞി പിടിക്കാനുള്ള മാർഗം അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്കത് ചിലപ്പോൾ വിറ്റുവീഴ്ച പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ്. പക്ഷേ ചെറിയ ചെറിയ സംഭവങ്ങളാകുമ്പോൾ നമുക്ക് വിറ്റഴിച്ച് പോവുകയും അതുപോലെ വീണ്ടും അതേപോലുള്ള സാധനങ്ങളൊക്കെ അത് ചെയ്യാനും ഒരു പ്രചോദനമാണത്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ വീട്ടുപകരണങ്ങളാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർ എല്ലാവരും അച്ഛനോ അമ്മയോ വീട്ടിലെ ഇറങ്ങി നടക്കുന്ന കൊച്ചു പിള്ളേർ വരെ നമ്മളോട് പറയും, ഇത് കൊള്ളാം മാമ, എനിക്ക് തരുമോ, എത്ര രൂപയാണ് ചോദിച്ചു വാങ്ങിക്കും. അപ്പം 300 400 അവർ പ്രതീക്ഷിച്ചായിരുന്നെങ്കിൽ അതിൻ്റെ 200 രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത്. നമുക്കത് മതി. അപ്പോൾ നമുക്ക് നമ്മുടേതായ ബിസിനസ്സുമായി വാങ്ങിക്കുന്നവർക്കൊരു സന്തോഷമായി. ദിലീപ്, ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശില്പം നിർമ്മിക്കാൻ എത്ര ദിവസം എടുത്തു? ഇതൊരു 12 ദിവസം. അത് ഫുൾ ടൈം വർക്ക് ചെയ്തിട്ടല്ല, ഞാൻ ജോലി ചെയ്തതിന് ശേഷം വന്നിട്ട് പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നത്. 12 ദിവസം കൊണ്ട് ഞാനത് പൂർത്തീകരിച്ചു. കാരണം അത് എനിക്ക് മനസ്സുകൊണ്ട് പ്രത്യേകിച്ച് കൃഷ്ണൻ പണിഞ്ഞ പകുതിയൊക്കെ വെച്ചിട്ട് നിർത്തിയിട്ട് പോയ പുള്ളിക്കാരൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കണ്ണനങ്ങനെ കുഴപ്പമുണ്ടല്ലോ. നമ്മൾ കള്ളത്തരമെന്ന് കാണിക്കുന്നത് കണ്ടുപിടിക്കാൻ നടക്കുന്ന ഒരാളാണ് കണ്ണനെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശകലം സ്ലോ ആയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇടാ എന്തോ കാണിക്കാൻ നമ്മൾ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് കിട്ടുന്നത് 12 ദിവസം നൈറ്റിൽ പണിഞ്ഞതാണ്. കുറേശ്ശെ ഫുൾ ടൈം പണിയില്ല. അത് കഴിഞ്ഞിട്ട് പ്രദർശനത്തിന് എൻ്റെ ഒരു വയ്യാർത്ത് ഗോതവർമ്മരാജയുടെ ഒരു ലൈബ്രറിയിൽ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു. അങ്ങനെ നൈറ്റിൽ കൃഷ്ണൻ അവിടെ കൊണ്ടുവച്ചിട്ട് അന്ന് രാത്രിയിൽ വന്നിട്ടാണ് ഞാൻ കാമധേനുവിനെ സെറ്റ് ചെയ്തത്. ദിലീപ്, ഏതെല്ലാം തരത്തിലുള്ള ശില്പങ്ങളാണ് ദിലീപ് നിർമ്മിച്ചിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ ഇഷ്ടം ടോയ്സുകൾ ഉണ്ടാക്കാനാണ്. പിന്നെ ശില്പങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ സ്കൂട്ടർ മാത്രമൊന്നുമല്ല, പല പല ഐറ്റങ്ങൾ സാധനങ്ങൾ ചെയ്യും. വസിഷ്ഠ മഹർഷി ചെയ്തിട്ടുണ്ട്, പിന്നെ ഗാന്ധി ചെയ്തിട്ടുണ്ട്, രാജാറാം മോഹൻ റോയ് ചെയ്തിട്ടുണ്ട്, പിന്നെ ആനിമൽസ് പ്ലാന്റിൽപ്പെട്ട കുറേ ഐറ്റങ്ങൾ. പിന്നെ വീട്ടുപകരണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ എനിക്കിഷ്ടം. അതാകുമ്പം നിത്യ ഉപയോഗത്തിന് പറ്റുന്നൊരു സാധനമാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റണം. എല്ലാവർക്കും എന്നല്ല, വീട്ടുപകരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കുറേ സാധനങ്ങളെല്ലാം വിറ്റഴിച്ച് പോയി, ഇല്ല കുറേ സ്റ്റില്ല് എന്തെങ്കിലും ഉണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തും ഈ പഞ്ചായത്തിലും ഇപ്പുറത്തെ പഞ്ചായത്തിലോട്ടൊക്കെ ഇങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇഷ്ടപ്പെട്ട ഹോബി അതാണ്. നമുക്ക് വീട്ടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. ഒരു ഉദാഹരണത്തിന് ഒരു ചിരവ ഉണ്ടാക്കുമ്പോൾ അതിലൊരു പാത്രം ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? തടിയിൽ തന്നെ ഒരു ചിരവ ഉണ്ടാക്കുക. അപ്പോൾ അതിനകത്തൊരു പാത്രം ഉണ്ടെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്നവർക്ക് തന്നെ തോന്നും നല്ലതാണ്, കുഴപ്പമില്ല, അത് വാങ്ങിച്ചാൽ കൊള്ളാം. അങ്ങനെ തന്നെ ഉണ്ടാക്കിയതൊന്നും നമ്മൾ ഇരിപ്പിയല്ല, എല്ലാം പോയിട്ടുണ്ട്. ചുറ്റോട്ടത്തൊക്കെ ഇരിപ്പുണ്ട്. വേണ്ടി വന്നാൽ ഞാൻ പോയി എടുത്തുകൊണ്ടൊന്ന് കാണിച്ചും തരും. അതാണ് എൻ്റെ വിനോദം അതാണ്. പിന്നെ കൊത്തുപണി, ഡോറ്, ജനലുകൾ അങ്ങനെയൊക്കെ പണിയുമ്പോൾ കൊത്തുപണികൾ ചെയ്യണം. എൻ്റെ പണി അതാണ് കൂടുതലും. കൂടെ കുറേ ജോലിക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ജോലിക്കാരെന്നല്ല, എൻ്റെ കൂട്ടുകാർ, അങ്ങനെ പറയണേ ഇഷ്ടം. അവർ കോൺട്രാക്ടറിനെ വിളിക്കുമ്പോൾ ഞാൻ പറയാം വേണ്ട, എൻ്റെ പേര് വിളിച്ചാൽ മതി, എനിക്കതാണ് ഇഷ്ടം. അവർ നമ്മുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സ്നേഹവും നമ്മുടെ കരുതലും അവരിലും വേണം. ജോലി ചെയ്യുന്നതിന് വൈകുന്നേരം ശമ്പളം കൊടുക്കണം. അപ്പം ശമ്പളം കൊടുക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ അവരാരും കാണാറില്ല. ജോലിക്കാരൻ, കൂട്ടുകാരൻ, നമ്മുടെ സഹപാഠി, അങ്ങനെ കാണാൻ ഇഷ്ടം. ജോലി ചെയ്ത് കണക്കാണ്. പിന്നെ ഒരു പാവപ്പെട്ടവന് കഥവിടാൻ പൈസ ഇല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു പോയി അവിടെ ചെയ്തു കൊടുക്കും. പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാൽ കഥവല്ലേ വേണ്ടു, ഞാൻ ഇട്ട് തരും. തടിയില്ലേ, കുഴപ്പമില്ല, ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ അറുത്തുണ്ടോ നിനക്ക് ഒരു കഥ വിട്ട് തരണം, അല്ല 2 കഥവ്. പഞ്ചായത്തിലെ പേപ്പർ വേണമെങ്കിൽ സാങ്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് 2 കഥ വിട്ട് കാണിക്കണം. അങ്ങനെ പലരും പറയും എടാ പൈസ ഇല്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കഥ വിട്ട് കാണിച്ച് എനിക്ക് പൈസ കിട്ടിയേനെ. ഞാൻ പറയണ പേടിക്കണ്ട. ചിലപ്പോൾ ഞാൻ പോലും പണിയാത്ത വീട് പോലും ഉണ്ട് അങ്ങനെ. അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ നമ്മുടെ നോട്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട പണി
പാവപ്പെട്ടവൻ എന്തെങ്കിലും കുഴപ്പമുണ്ട്, കഴുക്കോൽ ഒടിഞ്ഞു പോകണം, ഞാൻ കൊത്തുപണിക്കാരാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കില്ല. ഞാൻ പറയും വാ പോവാം, നമുക്കെല്ലാം റെഡിയാക്കാം. തടിയില്ലെങ്കിൽ അതിന് വേണ്ടുന്ന എന്ത് കാര്യങ്ങളോ അതും ചെയ്തോളൂ. ദിലീപ് ഈ പാഴ്വസ്തുക്കളും മറ്റതിലുമാണ് ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് പറഞ്ഞു. എന്നാൽ ആ വാഗമരത്തിൽ, ആ മരത്തിൽ അങ്ങനെ ഒരു ഗാന്ധി ശില്പം ഉണ്ടാകാൻ അല്ലെങ്കിൽ അങ്ങനെ നിർമ്മിക്കാൻ എന്താണ് താല്പര്യം ഉണ്ടായത്? താല്പര്യം അത് ത്രാങ്ങോട് ജംഗ്ഷൻ എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ സ്ഥലമാണ്. വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ത്രാങ്ങോട് ജംഗ്ഷനിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റാണ് ഈ ബദാം മരം കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലൊരു സംഗതി വന്നു. ഇപ്പോൾ ഗാന്ധി ജയന്തി അടുത്ത് വന്നൊരു സമയത്ത് ഞാനവിടെ 2 കണ്ണാടിയുടെ ചിത്രം വരയ്ക്കുകയും പടം വരച്ച് വെച്ചു. അപ്പം ത്രാങ്ങോടുള്ള എല്ലാം എൻ്റെ കൂട്ടുകാരും ചേട്ടന്മാരും ചങ്ങാതികളെല്ലാവരും ഭയങ്കര ഇഷ്ടത്തോടെ അത് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണം അങ്ങനെ നമുക്കത് കൊത്തിയാലോ അങ്ങനെ ചോദിച്ച് പിന്നെയും കുറേ ദിവസം കഴിഞ്ഞ് ഇച്ചിരി തൊലിയൊക്കെ വെട്ടിക്കളഞ്ഞ് അതിനൊന്ന് പാകപ്പെടുത്തി പിന്നെ അതിൻ്റെ വഴുക്കലും സംഗതി മാറ്റാൻ ഒരാഴ്ച എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ തോന്നി നല്ലൊരു ആഗ്രഹം പറഞ്ഞല്ലേ തുടങ്ങാം എന്ന് വെച്ചിട്ട് ഒരു ദിവസം ആ മനസ്സിൽ തോന്നിയൊരു സമയം. ആ സമയം പിന്നെ വിചാരിച്ചാൽ എന്നായിരിക്കട്ടെ എല്ലാവരും ആഗ്രഹം. പ്രത്യേകിച്ച് ഗാന്ധി ജയന്തിയുടെ സമയത്ത് അവിടെ ഗ്രന്ഥശാല സംബന്ധമായിട്ട് പ്രോഗ്രാമൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മനസ്സിലൊരു സന്തോഷം, ഇങ്ങനെ ചെയ്ത ഒരു നല്ല കാര്യമാണ്. അപ്പോൾ അവിടെ ചുവരിലൊക്കെ ചിത്രം ഗാന്ധിജിയുടെ വരയ്ക്കുന്നു, സുഭാഷ് ചന്ദ്രബോസിനെ വരയ്ക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പം അപ്പം ഞാൻ വിചാരിച്ച് അവിടെ പടമല്ല വരയ്ക്കുന്നത്, എന്നാൽ എനിക്കൊരു ശില്പം ഉണ്ടാക്കുന്ന താല്പര്യമുണ്ട്, ചെയ്തേക്കാന്ന് കരുതി ചെയ്തതാണ്. എന്തായാലും ഇവിടം വരെയൊക്കെ എത്തുമെന്നൊന്നും ഞാൻ കരുതിയില്ല. എല്ലാവരും 10 പേര് കാണുന്നു, ഡെയിലി ഒരു 4 പേര് 5 പേര് 10 പേരെങ്കിലും അവിടെ വരികയും അത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന കാണുമ്പം മനസ്സിലൊരു ചെറിയ സന്തോഷം വരും. ഇങ്ങനെ അയ്യോ അന്ന് ഞാനത് ചെയ്യാതിരുന്നെങ്കിൽ. ഇപ്പോൾ അത് കാണുന്നവർക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് ഇപ്പം പറയും നമ്മളെ ചെറുക്കൻ ചെയ്തതാ, ഫോട്ടോ എടുത്തിട്ട് അവർ അയച്ചു കൊടുത്തിട്ട് പറയും നമ്മളെ ചെറുക്കൻ ചെയ്തതാ കേട്ടോ എന്ന് പറയും. അത് വലിയ സന്തോഷമാണ്. ദിലീപ് ഇത്തരം ശില്പങ്ങളല്ലാതെ മറ്റ് എന്തെങ്കിലും കലാരൂപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിലവിലൊന്നും കാണിച്ചു തരാനൊന്നും ഇരിക്കുകയില്ല, കാരണം വർഷം ചെല്ലുന്തോറും നാശരണപ്പെട്ടും, കാരണം നമുക്ക് ഇവിടെ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. ഈ അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയാണ് ഞാൻ ആദ്യമായിട്ട് ഫ്ലോട്ട് ഉണ്ടാക്കുന്നത്, ശംഖനാഥം എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒത്തുചേർന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചൊരു പരിപാടിയാണ്. ഏറ്റവും കൂടുതൽ സഹായം ചെയ്തതെന്ന് നമ്മുടെ ഇവിടെ തമ്പുരാട്ടി രഘു എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു പ്രേരണയായിരുന്നു, വണ്ടി ഞാൻ തരാം, നമുക്ക് ഫ്ലോട്ട് ചെയ്യാൻ പറ്റുമോ. അപ്പം മനസ്സിൽ ഭഗവാനും നമ്മുടെ ദേവിക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യണം. അങ്ങനെ ശംഖനാഥം ഉടലെടുത്തു. അത് ഒരുപാട് ക്ഷേത്രങ്ങളും നാടും ചുറ്റി വീണ്ടും ഇവിടെ വന്നു. അവസാനം അത് ഞാനിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴേ പിന്നെ ഇവിടെ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് അല്ലെങ്കിൽ പ്രത്യേക ഷെഡൊക്കെ വേണം. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് നശിച്ചു പോയതാണ്. നശിച്ചു പോയതല്ല, അത് പൊട്ടിച്ച് മാറ്റുകയാണ് ചെയ്തത്, നശിക്കാൻ വേണ്ടി കൊടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് നാഗക്കാവ്, മയിൽവാഹനൻ, അങ്ങനെ പലതരത്തിലുള്ള ഫ്ലോട്ടുകളുണ്ടാക്കി. എല്ലാം നമ്മുടെ ഉടയൻകാവ് ദേവിക്ക് വേണ്ടി. ഭഗവാന്റെ അനുഗ്രഹമാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഭഗവാന് വേണ്ടി അങ്ങനെ കുറേ സംഗതികൾ ചെയ്തിട്ടുണ്ട്. ദിലീപ് ഇത്രയും ശ്രദ്ധിക്കപ്പെട്ട ഒരു കലാകാരൻ, ആ കലാകാരൻ ഈ തൊഴിലുകളെല്ലാം ഇവിടെ നിർത്തിയിട്ട് വിദേശത്തേക്ക് ജോലി തേടി പോകാനുണ്ടായ കാരണം എന്താണ്? അത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. അവിടെ ഒരാളുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, ചെറിയൊരു സഹായത്തിന് പോകണം എന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്ന് 20 ദിവസമായപ്പം എനിക്ക് വേറൊരു കാരണത്താൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ബുദ്ധിമുട്ടുകൾ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അടിച്ചു പൊളിച്ച് നടക്കാനോ അതൊന്നും പറ്റുന്നൊരു സ്ഥലമല്ല ഈ ഗൾഫ് നാടെന്ന് പറയുന്നത്. എല്ലാവരും പറയും അവൻ ദുബായ്ക്കാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. പക്ഷേ അതിലെല്ലാത്തിലും ഉപരി അവിടുത്തെ കഷ്ടപ്പാട് ചെറുതൊന്നുമല്ല. ഇവിടെ 10 മണിക്ക് ജോലിക്ക് പോകുന്നവൻ അവിടെ വെളുപ്പിന് 5 മണിക്ക് ജോലിക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ 6 മണിക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ 7 മണിക്ക് ഇറങ്ങിയാൽ മതി. എങ്കിൽ പോലും 4 മണിയാകുമ്പോൾ ഉറക്കം എഴുന്നേറ്റ് പല്ലും തേച്ച് കുളിച്ച് വേഷം മാറി അവിടെ നിന്നിട്ട് വേണം ചെയ്യാൻ. വന്ന് ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും പറയും അന്ന് എന്താ കൊണ്ടുവന്നത്, നമുക്കൊക്കെ എന്തോ ഉണ്ട്. പക്ഷേ അവിടുത്തെ കഷ്ടപ്പാടോ, അവിടെ സമയത്ത് ശമ്പളം കിട്ടുന്നുണ്ടോ, പല കാര്യങ്ങളുണ്ട്. ശമ്പളം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന്, ജോലി ഉണ്ടോ എന്നുള്ളത് ഫസ്റ്റ് ജോലി ഉണ്ടോ എന്നുള്ളത്, രണ്ടാമത് ശമ്പളം കിട്ടുന്നുണ്ടോ എന്നുള്ളത്, പിന്നെ നാട്ടിൽ എല്ലാവർക്കും എങ്ങനെയുണ്ട്, എല്ലാം കൊണ്ട് കൊടുത്തോ, വാങ്ങിച്ചു. പക്ഷേ
4 മാസമൊക്കെ ശമ്പളം കിട്ടാതിരുന്നൊക്കെ കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അത് എപ്പോഴെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പിന്നെയും ജോലി ചെയ്യുന്നത്. കിട്ടും, നാളെ കിട്ടുമല്ലോ, ആ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയിൽ അവിടെ അങ്ങ് ജീവിക്കും. പക്ഷേ ജീവിതം ഒരിക്കലും നല്ല രീതിയിൽ നല്ലൊരു കമ്പനിയിലൊക്കെ ചെന്ന് വിട്ട് ജീവിക്കുന്നവരല്ലാതെ കഷ്ടപ്പെടാൻ വേണ്ടി മാത്രം പോകുന്ന അവിടെ കഷ്ടപ്പാട് തന്നെയാണ്. പ്രത്യേകിച്ച് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാവൂ, ഒരിക്കലും ജീവിതം പച്ചപിടിക്കത്തില്ല. ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരാളാണ്. പിന്നെ എനിക്കുള്ള ജോലി കൊണ്ട് ഞാൻ രാജാവാണ്. കാരണം എനിക്ക് ചെന്ന ഫൈബർ ഗ്ലാസ് കമ്പനിയിലാണ്. ആദ്യം പോയതൊരു ഇന്ത്യയുടെ വർക്കിലാണ്, പക്ഷേ രണ്ടാമത് ഞാൻ ചെന്നത് ഫൈബർ ഗ്ലാസ്സിലാണ്. എനിക്കറിയാത്തൊരു പണിയായിരുന്നു ഫൈബർ ഗ്ലാസിൻ്റെ പണി. എനിക്കത് മനസ്സിലാക്കാൻ പറ്റി. അവിടുത്തെ ആ കമ്പനിയുടെ മുതലാളിയായിട്ട് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായി. കാരണം എനിക്ക് ആ പണി മനസ്സിലായി എന്ന് പുള്ളിക്കാരൻ മനസ്സിലായപ്പം പല ജോലികളും, അത് പ്രശസ്തമായ കുറേ പണികളൊക്കെ വന്നതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്കതിൽ വളരെ സന്തോഷമുള്ളൂ. പൈസ 2 ആഴ്ച കഴിഞ്ഞാലും 10 ദിവസം കഴിഞ്ഞാലും ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ നമുക്ക് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഞാനതിനാണ് മൂല്യം കൊടുക്കുന്നത്. ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ജോലിക്ക്. ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ശമ്പളമുള്ളൂ. ജോലി പെർഫെക്റ്റ് ആണെങ്കിൽ ശമ്പളമുള്ളൂ. നല്ലപോലെ ജോലി ചെയ്താൽ മറ്റൊരാൾ നോക്കിക്കാണാൻ വരും. അങ്ങനെ 10 പേര് വന്നാലേ നമുക്കൊരു വിലയുണ്ടാകും. അങ്ങനെ മാത്രം. പിന്നെ 100 രൂപയുടെ പണി ചെയ്യുമ്പം 50 രൂപ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. 100 രൂപ പണി ചെയ്തിട്ട് 50 രൂപ കിട്ടിയാൽ മതി. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ആ 50 രൂപ കൊണ്ട് ഞാൻ ഒരു 20 രൂപ ചിലവാക്കിയാൽ ബാക്കി 30 രൂപ കൊണ്ട് എൻ്റെ വീട്ടിലുള്ളവരെ സന്തോഷിക്കും. ഞാൻ അത്ര ആഗ്രഹിക്കുന്നു. ദിലീപ് എന്നു മുതലാണ് ഈ ശില്പകലാ രംഗത്തേക്ക് കടന്നു വന്നത്? 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പം 2 മാസം ഒരു ലീവ് കിട്ടും. നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള സ്റ്റഡി ലീവായിട്ടല്ല, 2 മാസം അടിച്ചു പൊളിച്ച് കിടക്കാനുള്ള സമയം കിട്ടും. എനിക്ക് അടിച്ചു പൊളിക്കാൻ സമയം കിട്ടിയില്ല. കാരണം കുടുംബത്തിൽ ഒരുപാട് ബാധ്യതകളും സംഗതികളും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ജോലിക്ക് പോകുന്ന ഒരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. ഫസ്റ്റ് തുടങ്ങിയത് ഈ മണ്ണുവെപ്പ് പരിപാടിയാണ്. അപ്പം അതിന് മണ്ണുരുട്ടിയിട്ട് മണ്ണ് വെച്ചിട്ട് വീടുണ്ടാക്കുമായിരുന്നു. അതിനിങ്ങനെ പോയിട്ട് അവസാനം അച്ഛൻ പറഞ്ഞു, അത് നിനക്കുള്ള പണി അതല്ല, നിനക്ക് വേണ്ടുന്ന പണി ഇങ്ങനെ നമ്മൾ ആശാരിമാരാണ്, ആശാരിപ്പണിയാണ് നിനക്ക് ചേരുന്നത്. ശരി, ആയിക്കോട്ടെ. അങ്ങനെ അതിലിറങ്ങി. 6ാം ക്ലാസ്സിൽ തുടങ്ങി പണി. പിന്നെ പടം വരയ്ക്കാൻ അറിയാവുന്നതുകൊണ്ട്, ചെറിയ പടം, ഭയങ്കര പടങ്ങളും ചിത്രങ്ങളൊന്നുമല്ല, പക്ഷെ ചെറിയ ചെറിയ പടങ്ങളൊക്കെ വരയ്ക്കാൻ അറിയാവുന്നതുകൊണ്ട് അത് ഒന്ന് ചെയ്തു. പിന്നെ അത് ഒരു രൂപമാക്കണമെന്നൊരു മോഹം തോന്നി. പിന്നെ സിമെൻറ്റിൽ ചെയ്ത് നോക്കി, പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ചെയ്തു. പിന്നെ തടിയിൽ അതിൻ്റെ പൂർണ്ണ രൂപം ഞാൻ തടിയിൽ ഓരോന്ന് ചെയ്ത് കണ്ടെത്തുമായിരുന്നു. പിന്നെ ഒരു 8ാം ക്ലാസ്സൊക്കെ ആയപ്പം ഞാൻ ഇവിടുത്തെ നമ്മുടെ മഞ്ഞപ്പാറ നാട്, കോട്ടുനാട് അറിയുന്ന സ്ഥലത്തെ ഒരു കുഞ്ഞു പണിക്കാരനായിട്ട് മാറി. അന്ന് വള്ളി നിക്കറും ട്രൗസറും ആയിരുന്നു. പിന്നെ 9ാം ക്ലാസ് എത്തിയപ്പോഴത്തേക്ക് എനിക്കൊരു കയറിമുണ്ട് കിട്ടി. പിന്നെ ഏറ്റവും പ്രോത്സാഹനമായിട്ട് മഞ്ഞപ്പാറ അനിവ സാർ എന്ന് പറയുന്ന സാറുണ്ട്. സാറിപ്പം മരണപ്പെട്ടു പോയി, ഈശ്വരൻ കാക്കട്ടെ. പക്ഷേ എനിക്ക് ഏറ്റവും പ്രചോദനമായിട്ട് ഒരുപാട് വാക്കുകളുണ്ട്, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ്. ആദ്യമായിട്ടൊരു വീടിൻ്റെ പണി സ്വന്തമായിട്ട് ചെയ്യാൻ എനിക്ക് തന്ന ഒരു ഇക്കാക്കുണ്ട്, സമതെന്ന് പറയും. പുള്ളിക്കാരൻ ഏലവുമുക്കിലാണ് താമസം. അവിടെ ഞാനൊരു താജ്മഹലൊക്കെ ഉണ്ടാക്കി ഒരു കഥവിൽ. അതിനുശേഷം ദിലീപ് അറിയപ്പെടുന്നൊരു കൊത്തുപണിക്കാരനോടായി. ഈ രംഗത്ത് ഗുരുവായി ആരെയാണ് കാണുന്നത്? അച്ഛനുണ്ട്, മാമനുണ്ട്. എൻ്റെ മൂത്ത മാമൻ മരിച്ചുപോയി. അച്ഛൻ ഇപ്പോഴും ഉണ്ട്. 2-3 ആൾക്കാരൊക്കെ അതിനകത്ത് പറയാൻ വേണ്ടിയുണ്ട്. രാജശേഖരൻ മാമൻ എന്ന് പറയുന്ന മാമനുണ്ട്, അത് മാമനും മരിച്ചുപോയി. പിന്നെ എൻ്റെ ഇളയൊരു കൊച്ചുമാമനുണ്ട്, തമ്പി എന്ന് പറയും. പുള്ളിക്കാരനിപ്പോൾ ഉണ്ട്, ശാസ്താംകോട്ടയാണ് താമസം. മാമൻ്റെ നിന്ന് ഞാൻ കുറേ കാലത്തിലൊക്കെ പണിയുന്ന കാര്യങ്ങളൊക്കെ മോഡലൊക്കെ മാമൻ്റെ നിന്ന് വാങ്ങിച്ചു. പിന്നെ അപ്പൂപ്പൻ നല്ല കൊച്ചുനാൾ മുതലേ എല്ലാം പറഞ്ഞു തരുന്നത് അപ്പൂപ്പനായിരുന്നു. മക്കളെ, ക്ഷേത്രം പണിയുമ്പോൾ ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന രീതിയിലുള്ള അനുഷ്ഠാനങ്ങളുണ്ട്, ഇന്ന രീതിയിൽ വേണം പോവാൻ, ഇന്ന രീതിയിൽ വേണം അതിൻ്റെ വൃത്തിയും കാര്യങ്ങളും നോക്കാൻ എന്നൊക്കെ പറഞ്ഞു തരാമെന്ന് അപ്പൂപ്പനുണ്ടായിരുന്നു. നമ്മളെ ആ കുഞ്ഞുനാളിലെ പണിക്കിറങ്ങിയതിൻ്റെ ഒരു ആ സ്നേഹവും പാലിച്ചിലും എനിക്ക് തന്ന ഒരാൾ എൻ്റെ അപ്പൂപ്പനായിരുന്നു, എൻ്റെ അമ്മയുടെ അച്ഛൻ. അതാണ് എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും. ഇത്രയും വ്യത്യസ്തമായ രീതിയിൽ ശില്പങ്ങൾ ഉണ്ടാക്കി നാടിനെ ദിലീപിനിലൂടെ അറിയപ്പെടുന്നു. എന്നാൽ നാടും സമൂഹവും വേണ്ടുന്ന രീതിയിൽ ദിലീപിനെ അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകാരം ഒരുപാടുണ്ട്. അത് എല്ലാവരും മനസ്സുകൊണ്ട് പറയുന്ന വാക്കുകളിലാണ് ഞാൻ അംഗീകാരം കാണുന്നത്. അല്ലാതെ പൊതുവേദിയിൽ എനിക്കൊരു അംഗീകാരം കിട്ടണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെയുള്ള ഭയങ്കര ആഗ്രഹങ്ങളൊന്നും നമ്മുടെ ഇല്ല.
നമുക്കുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. 10 പേര് ആ ഒരു ചെറിയൊരു പ്രോജക്റ്റ് ചെയ്യുവാണെങ്കിൽ അത് 4 പേര് അറിഞ്ഞ് അതിൽ 3 പേരിൽ വാങ്ങില്ലെങ്കിൽ ഒരാൾ വാങ്ങും. പിന്നെ പൊതു സ്ഥലങ്ങളിലൊക്കെ ഓരോന്നൊക്കെ ചെയ്ത് അവർ തരുന്നൊരു സ്നേഹത്തിൻ്റെ വാക്കുകളുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരം. ഇനിയിപ്പം ഒരു പ്രോഗ്രാമിൻ്റെ സമയത്തോ അല്ലാതെ ഒരു സ്റ്റേജിൽ വിളിച്ചു കയറ്റി ഒരു മൊമെൻ്റോ കിട്ടണമെന്നൊന്നും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ക്ഷണനോ കാര്യങ്ങളോ അങ്ങനൊന്നും പോയിട്ടുമില്ല. എൻ്റെ ഏറ്റവും വലിയ മനസ്സിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടിലും കുറേ ജനങ്ങളുണ്ട്. ചടയമംഗലത്ത് നിന്ന് മഞ്ഞപ്പാറയ്ക്ക് വന്നാലും, ആയിരം മഞ്ഞപ്പാറയ്ക്ക്, അഞ്ചലിൽ നിന്ന് കൂട്ടത്തിലോട്ട് വന്നാലും, ഈ കടയ്ക്കൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാലും, എങ്ങോട്ട് വന്നാലും നമ്മുടെ ഈ 4 സ്ഥലത്തിൻ്റെ ഇടയ്ക്ക് ദിലീപെന്ന് പറയുമ്പം അവർക്കൊക്കെ മനസ്സുകൊണ്ട് സ്നേഹവും കാര്യമുണ്ട്. എങ്ങോട്ടിറങ്ങിയാലും അറിയും. ആൾക്കാർ എന്നെ അറിയുന്നതുകൊണ്ട് അവരുടെ സ്നേഹപ്രകടനവും അവർ തരുന്ന ആ സന്തോഷത്തോടുള്ള വാക്കുകളും, പിന്നെ എന്തെങ്കിലും നമ്മൾ സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ഒരു മനസ്സിഷ്ടപ്പെട്ടൊരു സ്നേഹത്തോടൊരു കൈ തരും. നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരം അതാണ്. അല്ലെങ്കിൽ ഒരു നേരം ആഹാരത്തിനുള്ള പൈസ നമുക്കതിനാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അത് കിട്ടുമ്പം അത് നമ്മുടെ അംഗീകാരമാണ്. ഞാനങ്ങനെ കാണുന്നത്. പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്താൽ ആ പൈസ കിട്ടുമ്പോഴാണ് അംഗീകാരം. പൈസ കിട്ടിയില്ലെങ്കിൽ അംഗീകാരവും ഇല്ല, ചപ്പാടും ഇല്ല. പിന്നെ സ്റ്റേജിലൊക്കെ ഇപ്പം അടുത്തിടയ്ക്ക് 1-2 പേര് ചോദിച്ചിരുന്നു, എടാ നിനക്ക് അന്ന് അവിടെ ഉത്സവത്തിന് ഫ്ലോട്ടൊക്കെ ചെയ്തപ്പോഴത്തേക്ക് പൊന്നാടയെ കാണിച്ചാൽ ഞങ്ങളെ എണീച്ചിരുന്നു, പൊന്നാടയെ കാണിച്ചിട്ടുണ്ട്. അതിപ്പോൾ സന്തോഷത്തിന് അമ്പലത്തിൽ പനയ്ക്ക് അമ്പലത്തിൽ കാളായിട്ട് കൊടുത്ത് എനിക്ക് പൊന്നാട കാണിച്ചിരുന്നു. അത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചെയ്ത ഒരു കാര്യമായിരുന്നു. അതുപോലെ അമ്പലത്തിൽ നമ്മുടെ ഉടയങ്കാവ് ക്ഷേത്രത്തിൽ നമ്മുടെയും പൊന്നാട കാണിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരം. ദിലീപേ, കുടുംബത്തെ സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല. കുടുംബം, വൈഫ്, 2 മക്കൾ. ഇപ്പോൾ ഇവിടെ ആരും ഇല്ല. ഇപ്പോൾ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ജോലിക്ക് വന്ന് പോയില്ല. പിന്നെ ഇതെൻ്റെ പെങ്ങളുടെ മോൻ ആദി. മക്കൾ 2 പേരും ഒരാൾ ചെറിയൊരു ജോലിയുണ്ട്, ഒരാൾ അച്ഛൻ്റെ പാതയിൽ കാർപ്പൻ്റർ വർക്കും പിന്നെ ഇത്തിരി പെയിൻറ്റിങ്ങും ഇതൊക്കെ ചെയ്യാനാണ് താല്പര്യം. അത് പുറത്ത് പോയി കാണും. ഇതിപ്പോൾ ഞാൻ മാത്രമായിപ്പോയി. പിന്നെ എൻ്റെ കൂട്ടിനും കൂടെ ഉണ്ട്. മോൻ 2 ദിവസം കൊണ്ട്, കുറേ ദിവസം കൊണ്ട് മോനും കൂടെ ഉണ്ട്. അച്ഛനും അമ്മയൊക്കെ അക്കരെ 3 നോക്കുന്ന സ്ഥലമുണ്ട്. അതാണ് താമസം. ശില്പകലാ ലോകത്ത് ദിലീപിനിലൂടെ ഈ നാട് അറിയപ്പെടട്ടെ. ധാരാളം അംഗീകാരങ്ങളും ധാരാളം അവസരങ്ങളും ദിലീപിൽ എത്തിച്ചേരട്ടെ എന്ന് സാക്ഷി TV ക്ക് വേണ്ടി ആശംസിക്കുന്നു. സന്തോഷം.